ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഖില മലങ്കര മർത്തമറിയം വനിതാ സമാജത്തിൻ്റെ കേന്ദ്ര പരീക്ഷയുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള 10ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് ചാപ്റ്റർ 9 അധ്യായം 9 അപായത്തിനെതിരെ വിശ്വാസപൂർവം, പേജ് നമ്പർ 36. നമുക്ക് പഠിക്കുവാനായിട്ട് തന്നിരിക്കുന്ന പുസ്തകത്തിലൂടെ വീണ്ടെടുക്കുന്ന ക്രിസ്തു, രൂത്തിൻ്റെയും എസ്തേറിൻ്റെയും പുസ്തകങ്ങളിലൂടെ എന്ന ടെക്സ്റ്റ് ബുക്കിലെ അധ്യായം 9 പേജ് നമ്പർ 36. ഈ അധ്യായം 9 പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്കറിയാം, അപായത്തിനെതിരെ വിശ്വാസപൂർവം. അതായത് വിശ്വാസധീരന്മാരായ യഹൂദന്മാരെ പറ്റിയുള്ള ഒരു അധ്യായമാണ് ഇത്. എസ്തേറിൻ്റെ പുസ്തകം 4ാമത്തെ അധ്യായമാണ് പ്രധാനമായിട്ട് ഈ അധ്യായത്തിൻ്റെ പ്രതിപാദ്യ വിഷയമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, എസ്തേറിൻ്റെ പുസ്തകം 3ാം അധ്യായത്തിൽ നാം കണ്ടു കഴിഞ്ഞതാണ്. എല്ലാ യഹൂദന്മാരെയും കൊല്ലുവാനായിട്ട് ഹാമാൻ ഒരു രാജകൽപ്പന പുറപ്പെടുവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം അതിനുശേഷം എസ്തേറിൻ്റെ പുസ്തകം 4ാം അധ്യായത്തിൽ മരണഭയത്തിലായിരിക്കുന്ന യഹൂദജനം മുഴുവൻ മരണഭയത്തിലായിരിക്കുന്നു. ഈ മരണഭയത്തെ അവർ വിശ്വാസം കൊണ്ട് എപ്രകാരമാണ് നേരിട്ടത്, ദൈവവിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയത്വവും കൊണ്ട് അവർക്കെതിരെ വന്ന ഈ വലിയൊരു വിപത്തിനെ എങ്ങനെയാണ് അവർ നേരിടുന്നത് എന്നാണ് എസ്തേറിൻ്റെ പുസ്തകം 4ാം അധ്യായം നമുക്ക് കാട്ടിത്തരുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ എസ്തേറിൻ്റെ പുസ്തകം 4 പ്രധാനമായിട്ട് മൊർദെഖായിയും എസ്തേറും തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷനാണ് നമുക്ക് പ്രധാനമായിട്ട് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് യഹൂദ ജനത്തെ രക്ഷിക്കുവാനായിട്ട് മൊർദെഖായി മുന്നോട്ട് വരുന്നത്, മൊർദെഖായി എസ്തേറിനെ എങ്ങനെയാണ് അതിന് പ്രേരിപ്പിക്കുന്നത്, എസ്തേറിനെ ഒരു ദൈവനിയോഗമായിട്ട് എങ്ങനെ ആക്കി തീർക്കുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ 4ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും, ഹാമാൻ്റെ കൽപ്പന അറിഞ്ഞ മൊർദെഖായിയുടെ ആദ്യത്തെ പ്രതികരണമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മൊർദെഖായി രട്ടുടുത്ത് വെണ്ണീറിൽ കിടന്ന് നിലവിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ യഹൂദന്മാരുടെ ഇടയിലൊക്കെയും വലിയ കരച്ചിലും നിലവിളിയും, അതോടൊപ്പം തന്നെ അവർ എടുത്ത ഒരു വലിയ വിശ്വാസ പാതയാണ് ഉപവാസം എന്ന് പറയുന്നത്. അങ്ങനെ മൊർദെഖായിയുടെ ദുഃഖത്തെക്കുറിച്ചും തൻ്റെ ജനത്തിനു വേണ്ടി രാജാവിൻ്റെ അടുക്കൽ പോകുവാനായിട്ട് എസ്തേറിനെ മൊർദെഖായി ബോധ്യപ്പെടുത്തുന്നതായും, അതായത് എസ്തേറിൻ്റെ ജീവിതത്തിലെ ദൈവനിയോഗത്തെയാണ് മൊർദെഖായി ഇവിടെ ബോധ്യപ്പെടുത്തുന്നതായിട്ടുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ എസ്തേറിൻ്റെ പ്രതികരണമാണ് ഈ 4ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു 8ാമത്തെ വാക്യം മുതലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എസ്തേർ എങ്ങനെയാണ് ഈ ഒരു സീനിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ എസ്തേറിനെ കുറിച്ചുള്ള ദൈവ പദ്ധതി വെളിപ്പെടുന്ന ഒരു സംഭവങ്ങളാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. കാരണം എസ്തേറിനോട് മൊർദെഖായി ഈ സംഭവങ്ങളൊക്കെയും വിവരിക്കുമ്പോൾ എസ്തേർ അത് ചെന്ന് രാജാവിൻ്റെ മുന്നിൽ തൻ്റെ സ്വന്തം ജനത്തെ രക്ഷപ്പെടുത്തുവാനായിട്ട് എസ്തേർ പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ എസ്തേറിന് അവിടെ ഒരു ഭയം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം അവിടെ രാജാവ് പറഞ്ഞിട്ടല്ലാതെ രാജസന്നിധിയിലേക്ക് ചെല്ലുന്നവരെയൊക്കെയും കൊല്ലപ്പെടുമെന്നുള്ളതാണ് അവിടുത്തെ ഒരു രാജനീതി. അപ്പോൾ എസ്തേറും ഭയപ്പെടുന്നു. രാജാവിൻ്റെ അടുക്കൽ താൻ ഇങ്ങനെ പറയുവാനായിട്ട് ചെന്നാൽ തൻ്റെ ജനത്തെ രക്ഷിക്കുവാനായിട്ടുള്ള ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ ഒരു കാര്യം രാജാവിനോട് അവതരിപ്പിക്കുമ്പോൾ രാജാവിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നും എസ്തേർ ഭയപ്പെടുന്നുണ്ട്. എന്നാൽ അവിടെ മൊർദെഖായി എസ്തേറിനോട് പറയുന്നു, നീ രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട, അല്ലെങ്കിൽ രാജകൊട്ടാരത്തിലായതുകൊണ്ട് നീ രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട. ഇനി നീ മിണ്ടാതെ ഇരുന്നാൽ മറ്റെവിടെ നിന്നെങ്കിലും യഹൂദന്മാർക്കൊരു രക്ഷയുണ്ടാകും എന്നൊക്കെ മൊർദെഖായി പറഞ്ഞ് എസ്തേറിനെ ഒന്ന് ഈ ഒരു ദൈവനിയോഗത്തിലേക്ക് എസ്തേറിനെ ആക്കി തീർക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ എസ്തേർ 3 ദിവസത്തെ ഉപവാസം തൻ്റെ ജനത്തോട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ 3 ദിവസം രാത്രിയും പകലും 3 ദിവസം തനിക്കായിട്ട് ഉപവസിക്കും.
ഉപവസിക്കുവാനും അങ്ങനെ ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാജാവിൻ്റെ അടുക്കൽ എത്തിച്ചേർന്ന് ഈ കാര്യം അവതരിപ്പിക്കാമെന്നുമൊക്കെ എസ്തേറിൻ്റെ ധീരമായ തീരുമാനമൊക്കെയുമാണ് നാം ഈ 4-ാമത്തെ അധ്യായത്തിൽ കാണുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ 4-ാമത്തെ അധ്യായം ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഇവിടെ ഈ 4-ാമത്തെ അധ്യായം നമുക്ക് വലിയ പാഠങ്ങളാണ് നൽകുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിലും ചില പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ചില വെല്ലുവിളികൾ, ചിലപ്പോൾ ചില സിറ്റുവേഷൻസ് ആകാം, ചിലപ്പോൾ ചില വ്യക്തികൾ മുഖേനയാകാം, നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും ചില വെല്ലുവിളികളും പരീക്ഷണങ്ങളും ഒക്കെ നേരിടുമ്പോൾ അതെങ്ങനെ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും ഉപവാസത്തോടും ദൈവത്തോടുള്ള നിലവിളിയോടും കൂടെ അതിനെയൊക്കെ എങ്ങനെ നേരിടാം. അതായത് പ്രാർത്ഥന, ഉപവാസം, കണ്ണുനീര്, ഈ 3 കാര്യങ്ങളുടെ വലിയ ഇമ്പോർട്ടൻസ് ആണ് ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പേജ് നമ്പർ 36 നമുക്ക് ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് 1-ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ, ആദ്യത്തെ ആ ലൈൻ തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ്. എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിലെ പ്രധാന സന്ദേശങ്ങൾ ഏതൊക്കെ? അപ്പോൾ ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ തന്നെ വിശ്വാസം, അതാണ് 1-ാമത്തെ കാര്യം. പ്രധാന സന്ദേശം വിശ്വാസം. അതുപോലെ തന്നെ അപായ സമയത്തെ ധൈര്യം, നമുക്ക് ഒരു പരീക്ഷണങ്ങൾ നേരിടുമ്പോഴുള്ള ധൈര്യം, ദൈവത്തിലുള്ള വിശ്വാസം മൂലമുണ്ടാകുന്ന ധൈര്യം. അതുപോലെ ദൈവികമായ സമയജ്ഞാനം, അതായത് ഡിവൈൻ ടൈമിംഗ്, കറേജ് ഇൻ ടൈംസ് ഓഫ് ഡേഞ്ചർ, അതുപോലെ ഫെയ്ത്ത്. ഈ 3 കാര്യങ്ങളാണ് എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിലെ പ്രധാന സന്ദേശങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി അടുത്ത ചോദ്യമായിട്ട് അടുത്ത ലൈൻ തന്നെയുണ്ട്. എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം നമ്മെ ഉപദേശിക്കുന്നത് എന്ത് അഡ്വൈസാണ് എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം നമുക്ക് നൽകുന്നത്? അതായത് പ്രധാനമായിട്ടും ഇവിടെ എസ്തേറിനെ കുറിച്ചുള്ള വിവരണമാണ്, എസ്തേറിൻ്റെ ദൈവിക നിയോഗത്തിലുള്ള പ്രാധാന്യം. അപ്പോൾ ഇതാണ് 4-ാം അധ്യായം നമുക്ക് നൽകുന്ന ഉപദേശം എന്ന് പറയുന്നത്. ദൈവിക നിയോഗത്തിന് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമ്മളിവിടെ ഈ എസ്തേറിൻ്റെ സ്റ്റോറി അല്ലെങ്കിൽ ഈ വിശുദ്ധ വേദപുസ്തകത്തിലെ എസ്തേറിൻ്റെ പുസ്തകമൊക്കെ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ച് എക്സാമിന് എഴുതുക എന്നുള്ളതല്ല. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ എസ്തേറിൻ്റെ ജീവിതമൊക്കെ പഠിക്കുമ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിനും അതൊരു വഴികാട്ടിയാണ്, ഒരു അഡ്വൈസാണ് നൽകുന്നത്. അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള ചില ദൈവിക നിയോഗങ്ങളുടെ പ്രാധാന്യം, ചിലപ്പോൾ നാം ആയിരിക്കുന്ന അവസ്ഥകൾ അതൊരു പക്ഷേ അത്ര സുഖകരമായിരിക്കില്ല, ചിലപ്പോൾ നാം കടന്നു പോകുന്ന പ്രയാസങ്ങൾ അതൊക്കെയും, പക്ഷേ ഒരു കാര്യമുണ്ട്, അതൊക്കെ ചില ദൈവ നിയോഗങ്ങളുടെ വഴിയാണ് എന്ന് മനസ്സിലാക്കുക. അതാണ് നമുക്ക് എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം നമുക്ക് നൽകുന്ന ഉപദേശം, ദൈവിക നിയോഗത്തിൻ്റെ പ്രാധാന്യം. ഇനി അടുത്തതായിട്ടുള്ള ചോദ്യം, ദൈവജനത്തിൻ്റെ രക്ഷയ്ക്കായുള്ള കരുതൽ എന്ന് എസ്തേറിൻ്റെ പുസ്തകം വെളിപ്പെടുത്തുന്നത് എന്ത്? അടുത്ത ലൈൻ തന്നെയാണ്, ദൈവജനത്തിൻ്റെ രക്ഷയ്ക്കായുള്ള കരുതൽ എന്ന് എസ്തേറിൻ്റെ പുസ്തകം വെളിപ്പെടുത്തുന്നത് എന്ത്? അതായത് പ്രൊവിഷൻ ഫോർ ദ സാൽവേഷൻ ഓഫ് ഗോഡ്സ് പീപ്പിൾ എന്നുള്ളത് എന്താണ് എസ്തേറിൻ്റെ പുസ്തകം കാട്ടി നമുക്ക് തരുന്നത്? അപ്പോൾ 2 പ്രധാന കാര്യങ്ങളാണ് ഇവിടെ ദൈവജനത്തിൻ്റെ രക്ഷയ്ക്കായിട്ടുള്ള കരുതലായി തീർന്നത്. ഒന്ന്, അത് മൊർദെഖായിയുടെ നിലവിളി. 2, എസ്തേറിൻ്റെ നിശ്ചയം, ദ ക്രൈ ഓഫ് മൊർദെഖായ് ആൻഡ് എസ്തേഴ്സ് ഡിറ്റർമിനേഷൻ. ഈ 2 കാര്യങ്ങളാണ് ദൈവജനത്തിൻ്റെ പ്രൊവിഷൻ ഫോർ ദ സാൽവേഷൻ ഓഫ് ഗോഡ്സ് പീപ്പിൾ, അതായത് ദൈവജനത്തിൻ്റെ രക്ഷയ്ക്കായിട്ടുള്ള കരുതൽ എന്ന് എസ്തേറിൻ്റെ പുസ്തകം നമ്മെ വെളിപ്പെടുത്തുന്നത്. ഇനി ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾക്ക് ആദ്യമേ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു അധ്യായം നമുക്ക് കാട്ടിത്തരുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ ഉണ്ടായാലും, എന്ത് ചലഞ്ചസ്, എന്ത് സിറ്റുവേഷൻസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ആയെങ്കിൽ പോലും നമ്മുടെ ബാക്ക് സപ്പോർട്ട് എന്തായിരിക്കണം, നമ്മുടെ പിൻബലം എന്തായിരിക്കണം? അത് ഉപവാസവും പ്രാർത്ഥനയുമായിരിക്കണം നമ്മുടെ ബാക്ക് സപ്പോർട്ട്, പിൻബലം എന്നുള്ളതാണ്. അങ്ങനെയുള്ള പ്രവൃത്തിയുടെ മഹത്വം വലുതാണ്. അവിടെ നമുക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി ദർശിക്കുവാനായിട്ട് സാധിക്കും എന്നാണ് ഈ എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം നമ്മെ കാട്ടിത്തരുന്നത്. ഇനി അടുത്തതായിട്ട് എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം 16-ാം വാക്യം വളരെ ഒരു പ്രത്യേകത നിറഞ്ഞ ഒരു വാക്യമാണ്. അതിനകത്ത് എസ്തേർ പറയുന്ന ഒരു വാക്യമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത് ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. ഇത് ആര് പറഞ്ഞു
പറഞ്ഞു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഞാൻ നശിക്കുകയാണെങ്കിൽ നശിക്കട്ടെ. ആരാണ് പറഞ്ഞത്? എസ്തേറാണ് ഇപ്രകാരം പറഞ്ഞത്. ഞാൻ നശിക്കുകയാണെങ്കിൽ നശിക്കട്ടെ. അതായത് മൊർദെഖായി എസ്തേറിനോട് പറയുന്നുണ്ട്, നീ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് യഹൂദന്മാരെ രക്ഷിക്കുവാനായിട്ട് ആവശ്യപ്പെടണം എന്നുള്ളപ്പോൾ എസ്തേർ ഭയപ്പെട്ട് പോകുവാനായിട്ട് മടി കാട്ടുന്നുവെങ്കിലും വീണ്ടും മൊർദെഖായിയുടെ ആവശ്യമനുസരിച്ച് പോകുവാൻ തയ്യാറാകുമ്പോൾ എസ്തേർ പറയുന്ന ഒരു വാക്കാണ് ഇത്. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി ഉപവസിക്കണം. നിയമപ്രകാരമല്ല എങ്കിൽ പോലും ഞാൻ രാജാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതായിരിക്കും. ഞാൻ നശിക്കുകയാണെങ്കിൽ നശിക്കട്ടെ. അതായത് ഞാൻ കൊല്ലപ്പെടുകയാണെങ്കിൽ ഞാൻ കൊല്ലപ്പെടട്ടെ എന്നുള്ള ഒരു ധീരമായ തീരുമാനം, കറേജസ് ഡിസിഷനാണ് എസ്തർ ഇവിടെ എടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് കാണുന്നത്, ഈ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഹാമാൻ്റെ ഉത്തരവ് കേട്ട മൊർദെഖായിയുടെ ഖേദവും പ്രതിഷേധവുമാണ് ആദ്യമായിട്ട് 4-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തൊക്കെ വിവരിക്കുന്നത്. അതാണ്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വേണമെങ്കിൽ നമുക്ക് നേരിടാവുന്നതാണ്. ഹാമാൻ്റെ ഉത്തരവ് കേട്ട മൊർദെഖായിയുടെ പ്രതികരണം. പേജ് നമ്പർ 36 ആ ലാസ്റ്റ് പാരഗ്രാഫ് പറയുന്നത് മുഴുവനും മൊർദെഖായിയുടെ പ്രതികരണത്തെക്കുറിച്ചാണ്. ആദ്യം ഈ ഉത്തരവ് കേട്ടപ്പോൾ ഞാൻ ആദ്യമേ ഓർപ്പിച്ചതുപോലെ ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മൊർദെഖായി രട്ടുടുത്ത് ചാരത്തിൽ വെണ്ണീറിനകത്ത് കിടന്നു. അങ്ങനെ എല്ലാ യഹൂദന്മാരും ഉപവാസത്തോടെ കരയുവാൻ തുടങ്ങുന്നു. ഈ മൊർദെഖായി എന്താണ് ചെയ്തത്? ഈ രട്ടുടുത്തിട്ട് മൊർദെഖായി രാജാവിൻ്റെ പടിവാതിലോളം കടന്നു വന്നു എന്നാണ് പറയുന്നത്. എന്നാൽ പടിവാതിൽ കടന്ന് അകത്തേക്ക് കയറുവാനായിട്ട് അവിടെ അനുവാദമില്ല. കാരണം രട്ടുടുത്ത് കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശനം അവിടെ ലഭിക്കുന്നതല്ല. അപ്പോൾ അവിടെ പടിവാതിലിൽ വന്ന് രട്ടുടുത്ത് വെണ്ണീറിൽ മൊർദെഖായി നിലവിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെയാണ് മറ്റൊരു ക്യാരക്ടറിൻ്റെ രംഗപ്രവേശം കാണുന്നു. അതാണ് ഹദാക്ക്. ഹു ഈസ് ഹദാക്ക്? ഹദാക്കിനെ കുറിച്ച് നമുക്ക് 4-ാം അധ്യായം 5-ാമത്തെ വാക്യം മുതൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ 4-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആരാണ് ഹദാക്ക്? എസ്തേറിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി രാജാവ് ആക്കിയിരുന്ന ഷണ്ടന്മാരിൽ ഒരാളാണ് ഹദാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എസ്തേറിന് വേണ്ടിയിട്ടുള്ള ഒരു ശുശ്രൂഷകനായിരുന്നു ഹദാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഹദാക്കിൻ്റെ പേര് പഠിക്കുമ്പോൾ, നമ്മൾ എസ്തേറിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ ചില എന്ന് കൂട്ടിയുള്ള കുറേ ക്യാരക്ടേഴ്സ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹാമാൻ നമ്മൾ കണ്ടു കഴിഞ്ഞു, യഹൂദന്മാരുടെ ശത്രുവായ ഹാമാൻ. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കണ്ടു ഹദാക്ക് എന്ന് പറഞ്ഞാൽ എസ്തേർ രാജ്ഞിക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി രാജാവ് നിയോഗിച്ച ഒരു ഷണ്ടന്മാരിൽ ഒരുത്തനായിരുന്നു. ഈ ഹദാക്കാണ് എസ്തേറിനും മൊർദെഖായിക്കും ഇടയിൽ ഒരു മെസ്സഞ്ചറായിട്ട് ഇവിടെ 4-ാം അധ്യായത്തിൽ പ്രവർത്തിക്കുന്നത്. അതായത് മൊർദെഖായി ഇങ്ങനെ നിലവിളിച്ച് പ്രയാസത്തിലിരിക്കുന്നതും ഈ ഹാമാൻ്റെ കൽപ്പനയുമൊക്കെ ഈ ഇൻഫർമേഷനൊക്കെയും എസ്തേറിൽ എത്തപ്പെടുന്നത് ഈ ഹദാക്ക് എന്ന വ്യക്തിയിലൂടെയാണ്. അതുപോലെ മറ്റൊരു വ്യക്തിത്വമായിരുന്നു ഹേഗായി. നമ്മൾ മുൻപത്തെ അധ്യായങ്ങളിൽ കണ്ടതാണ്. അന്തഃപുര പാലകനായിരുന്നു ഹേഗായി. അതുപോലെ തന്നെ മറ്റൊരു കൂട്ടിയുള്ള വാക്കാണ് ഹദസെ എന്ന് പറഞ്ഞാൽ എസ്തേറിൻ്റെ എബ്രായ നാമം, ഹീബ്രു വേർഡാണ് ഹദസെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എന്ന് കൂട്ടിയിട്ടുള്ളതൊക്കെ ഒരുമിച്ചൊന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ ഹദാക്കിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഹദാക്ക് ചെയ്ത സഹായം, ഹാമാൻ്റെ ഉപായം വിവരിച്ച് മൊർദെഖായി എസ്തേറിന് സന്ദേശം അയക്കുന്നത് ഈ ഹദാക്ക് വഴിയാണ്. അപ്പോൾ ആര് മുഖാന്തരമാണ് ഹാമാൻ്റെ ഉപായം വിവരിച്ചുകൊണ്ട് മൊർദെഖായി എസ്തേറിന് സന്ദേശം എത്തിക്കുന്നത്? ഈ ഹദാക്കിലൂടെയാണ് മൊർദെഖായി എസ്തേറിന് സന്ദേശം എത്തിക്കുന്നത് എന്ന് 4-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആദ്യത്തെ പാരഗ്രാഫിലാണ് മൊർദെഖായിയുടെ ആ ഒരു പ്രതികരണമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇനി എസ്തേർ എടുക്കുന്ന ഒരു ധീരമായ തീരുമാനം, ഇതൊക്കെയും അറിഞ്ഞു കഴിഞ്ഞിട്ട് ഹദാക്ക് വഴിയായിട്ട് ഇങ്ങനെ മൊർദെഖായി രട്ടുടുത്ത് വെണ്ണീറിൽ ഇരിക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ എസ്തേർ മൊർദെഖായിക്ക് വേണ്ടി വസ്ത്രം കൊടുത്തയക്കുന്നു. എന്നാൽ വസ്ത്രം എടുക്കുവാനായിട്ട് മൊർദെഖായി തയ്യാറാകുന്നില്ല, മറിച്ച് ഈ സന്ദേശം എസ്തേറിന് എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെ എസ്തേറിനോട് പറയുന്നു,
നീ യഹൂദന്മാർക്ക് വേണ്ടി രാജാവിൻ്റെ മുമ്പിൽ എത്തപ്പെടണമെന്ന് പറയുമ്പോൾ എസ്തേർ മൊർദെഖായിയോട് മറുപടി പറയണത്, രാജാവ് കൽപ്പിച്ചിട്ടല്ലാതെ ആർക്കും രാജസന്നിധിയിൽ ചെല്ലുവാനുള്ള അധികാരമില്ല. അങ്ങനെ രാജകൽപ്പന കൂടാതെ ആരെങ്കിലും ചെന്നു കഴിഞ്ഞാൽ അവർ കൊല്ലപ്പെടും എന്നുള്ളതാണ് അവിടുത്തെ നിയമം എന്ന് എസ്തേർ അറിയിക്കുന്നതായിട്ടും മറിച്ചാണ്. അപ്പോഴോ വാക്യം 13-14 നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മൊർദെഖായി എസ്തേറിനോട് പറയുന്നു, നീ രാജധാനിയിൽ ഇരിക്കുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് നീ വിചാരിക്കേണ്ട. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാലും നീ മിണ്ടാതിരുന്നുള്ളൂ. പക്ഷേ ദൈവജനമായ ഇസ്രയേലിനെ രക്ഷിക്കുവാനായിട്ട് മറ്റൊരു സ്ഥലത്ത് നിന്ന് അവർക്ക് രക്ഷയുണ്ടാവും. വേറെ എവിടെ നിന്നെങ്കിലും എസ്തേർ സംസാരിച്ചില്ല എങ്കിൽ പോലും മറ്റെവിടെ നിന്നെങ്കിലും ദൈവജനത്തിനുള്ള രക്ഷ ദൈവം അയക്കും എന്നുള്ള ഒരു മൊർദെഖായിയുടെ ഒരു വാക്ക് നമുക്കവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ പറയുന്നുണ്ട്, എന്നാൽ നീ ഇന്നിവിടെ പ്രവർത്തിച്ചില്ല എങ്കിൽ നീയും നിന്റെ പിതൃഭവനവും ഒക്കെയും നശിച്ചു പോകും എന്നും മൊർദെഖായി പറയുന്നു. അങ്ങനെയുള്ള സമയത്താണ് എസ്തേർ ഒരു വലിയ ധീരമായ തീരുമാനം എടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ ഒരു 4-ാം അധ്യായം 14-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗവും കൂടി ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് ശ്രദ്ധിച്ചോളുക. ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് അതിനെക്കുറിച്ച് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നതാണ്. ഈ പെർഫെക്റ്റ് ടൈമിംഗ് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു നിയോഗവും ഈ ഒരു സമയത്തിന് വേണ്ടിയിട്ടാണ് നീ രാജ്ഞിയായിട്ട് ദൈവം തിരഞ്ഞെടുത്തത്, ദൈവത്താൽ നീ തിരഞ്ഞെടുക്കപ്പെട്ടത്. അഹിശ്വരോഷ് രാജാവിൻ്റെ രാജ്ഞിയായി ഒരു രാജ്ഞിപദം ലഭിച്ചതുപോലും ഇങ്ങനെ ഒരു നിയോഗവും ഇങ്ങനെ ഒരു സമയവും ഉണ്ടാകുവാനായിട്ടാണെന്നൊക്കെ മൊർദെഖായി പറയുന്നു. അപ്പോൾ ഇതൊക്കെയും കേട്ട് കഴിയുമ്പോൾ എസ്തേറിന് ഒരു ധീരമായ തീരുമാനം എടുക്കുവാനായിട്ട് എസ്തേറിന് എടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ എസ്തേർ എടുത്ത ഈ ധീരമായ തീരുമാനത്തിൻ്റെ പിന്നിൽ ഒരു പിൻബലമുണ്ടായിരുന്നു. ആ പിൻബലമാണ് 3 ദിവസം 3 രാവും പകലും യഹൂദ ജനത്തോട് മൊത്തം എല്ലാവരും ഉപവാസവും പ്രാർത്ഥനയും തനിക്ക് വേണ്ടി കഴിക്കുക എന്നാണ് എസ്തേർ അവിടെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ചോദ്യം കൂടി ഓർത്തുകൊള്ളുക. എസ്തേറിൻ്റെ ധീരമായ തീരുമാനത്തിന് ഉണ്ടായിരുന്ന പിൻബലം എന്തായിരുന്നു? ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പിൻബലത്തോടു കൂടിയ ഒരുക്കം ഉണ്ടായിരുന്നു. ഇനി ഇത് ഏതായിരുന്നു ഈ തീരുമാനം എന്നുകൂടി നമുക്ക് ശ്രദ്ധിക്കുക. രാജാവിൻ്റെ അടുക്കിലേക്ക് ഞാൻ ചെല്ലാം എന്നുള്ള ഒരു എസ്തേറിൻ്റെ ഒരു ധീരമായ തീരുമാനമായിരുന്നു പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെയും പിൻബലത്തോടു കൂടി അവിടെ എടുത്തത്. അപ്പോൾ പ്രധാനമായിട്ട് ഉപവാസവും പ്രാർത്ഥനയും അവിടെ ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് പേജ് നമ്പർ 37 നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ചാപ്റ്ററിലെ അധ്യായം 4 പ്രധാന കഥാപാത്രങ്ങളും അവയുടെ പങ്കും, അല്ലെങ്കിൽ എസ്തേറിൻ്റെ പുസ്തകത്തിലെ തന്നെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെയാണ് അവിടെ പറയുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് എസ്തേറിനെ കുറിച്ചാണ്. ഈ ഒരു അധ്യായത്തിൽ പ്രധാനമായിട്ട് പേജ് അധ്യായം 4 എസ്തേർ, മൊർദെഖായി, യഹൂദ ജനം, പ്രധാനമായിട്ട് ഇത്രയും കഥാപാത്രങ്ങളെയാണ് ഇവിടെ കാണുന്നത്. ഹാമാനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ ഇതിനകത്ത് കാണുന്നില്ല. 3-ാമത്തെ അധ്യായത്തിലാണ് പ്രധാനമായിട്ട് ഹാമാനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത്. അപ്പോൾ ഒന്നാമത്തെ കഥാപാത്രം എന്ന് പറയുന്നത് എസ്തേർ. അപ്പം എസ്തേറിനെ കുറിച്ച് വളരെയധികം നാം കേട്ട് കഴിഞ്ഞു. യഹൂദരെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവിക പദ്ധതിയാൽ രാജ്ഞി സ്ഥാനത്തേക്ക് വന്ന സ്വന്തം ജനത്തെ സ്നേഹിക്കുകയും അവരെ രക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ശ്രേഷ്ഠ വനിതയായിട്ടാണ് എസ്തേറിനെ നമുക്കിവിടെ ഈ ഒരു അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ ഓർക്കണം, തൻ്റെ ജനത്തിന് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കുവാൻ പോലും തയ്യാറാണ്. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ എന്നുള്ള ഒരു ധീരമായ തീരുമാനമാണ് എസ്തേർ എടുത്തത്. അപ്പോൾ അത് എസ്തേറിൻ്റെ ധീരമായ തീരുമാനം എന്ത് എന്നുള്ളത് മറക്കാതെ ഓർക്കുക. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ എന്ന് പറഞ്ഞ് രാജാവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാനായിട്ട് എസ്തേർ തയ്യാറാകുന്നു. അങ്ങനെ തൻ്റെ ജനത്തിനായിട്ട് ജീവൻ നൽകുവാൻ പോലും തയ്യാറായ ഒരു ധീര വനിത, അല്ലെങ്കിൽ ഒരു വിശ്വാസ വനിത, ഇതൊക്കെയും എസ്തേറിന് കൊടുക്കാൻ പറ്റുന്ന വിശേഷണങ്ങളാണ്. ഇനി ഇവിടെ എസ്തേറിനെ കുറിച്ച്, എസ്തേറിൻ്റെ വാക്കുകളെക്കുറിച്ച്, അല്ലെങ്കിൽ എസ്തേറിനെ കുറിച്ച് മറ്റൊരു പ്രധാനമായ ഒരു കോട്ടാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് ഇപ്രകാരമാണ്. ആ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ, പേജ് നമ്പർ 37 ഫസ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു.
ദൈവം തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ എസ്തേറിനെ തിരഞ്ഞെടുത്തു. എന്തെന്നാൽ അവൾ തൻ്റെ ജീവൻ പണയപ്പെടുത്തുവാൻ തയ്യാറായി. ഇത് ആരുടെ കോട്ടാണ്, അല്ലെങ്കിൽ ആരാണ് പറഞ്ഞത്? സ്വർണ്ണനാവുകാരനായ ഇവാനിയോസ് ആണ് ഇപ്രകാരമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റൊരു തരത്തിൽ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. മാർ ഇവാനിയോസ് എസ്തേറിനെ കുറിച്ച് നൽകിയ സാക്ഷ്യം എന്ത്? ദൈവം തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ എസ്തേറിനെ തിരഞ്ഞെടുത്തു. എന്തെന്നാൽ അവൾ തൻ്റെ ജീവൻ പണയപ്പെടുത്തുവാൻ തയ്യാറായി. അപ്പോൾ ജീവൻ പോലും ജനത്തിന് വേണ്ടി പണയപ്പെടുത്താൻ തയ്യാറായതുകൊണ്ടാണ് ദൈവജനത്തെ രക്ഷിക്കുവാനായിട്ട് എസ്തേറിനെ തിരഞ്ഞെടുത്തത് എന്നാണ് സ്വർണ്ണനാവുകാരനായ ഇവാനിയോസ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന എസ്തേറിലെ ഒരു ധീരവനിതയും വിശ്വാസവനിതയും ധീരവനിതയുമായിട്ടൊക്കെയാണ്, കറേജിയസ് ലേഡിയായിട്ടൊക്കെ നമുക്ക് എസ്തേറിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇനി ഇവിടെ രാജ്ഞി പദവിയിലിരുന്ന ജനത്തെ വിടുവിക്കുവാനുള്ള ദൗത്യം വളരെ ആഴമേറിയ വിശ്വാസത്തോടും സ്വന്തം ജീവനേക്കാൾ ഉപരിയായി കരുതലോടും വിവേകത്തോടും കൂടി നിറവേറ്റുന്ന ഒരു ധീര വനിതയാണ് എസ്തേർ. അങ്ങനെയുള്ള എസ്തേറിനെ, അടുത്തൊരു ചോദ്യമാണ്, ശ്രദ്ധിച്ചുകൊള്ളുക. ഈ എസ്തേറിനെ, ധീരയായ എസ്തേറിനെ പഴയ നിയമത്തിലെ മറ്റൊരു കഥാപാത്രത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. അതാണ് യൂദിത്ത് അഥവാ ജൂഡിത്ത് എന്ന് അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിൽ നാം കാണുന്ന യൂദിത്ത് അഥവാ ജൂഡിത്ത്. പുതിയ യൂദിത്ത് എന്നാണ് എസ്തേറിനെ ഇവിടെ വിളിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ എസ്തേറിൻ്റെ ധീരതയെ ഉപമിക്കുന്നത് പുതിയ യൂദിത്ത് എന്നാണ് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇപ്പം അടുത്ത ചോദ്യം അവിടെ ശ്രദ്ധിച്ചുകൊള്ളുക. പുതിയ യൂദിത്തായി എസ്തേറിനെ കാണപ്പെടുവാൻ കാരണമെന്ത്? അപ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യൂദിത്ത് ആരാണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം പുതിയ യൂദിത്തായിട്ട് എസ്തേറിനെ കാണുവാൻ കാരണമെന്ത്? അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. രാജ്ഞി പദവിയിലിരുന്ന് ജനത്തെ വിടുവിക്കുവാനുള്ള ദൗത്യം ആഴമേറിയ വിശ്വാസത്തോടും സ്വന്തം ജീവനേക്കാൾ ഉപരിയായ കരുതലോടും വിവേകപൂർണമായി എസ്തേർ യൂദിത്തിനെ പോലെ നിറവേറ്റുന്നു. അങ്ങനെ യൂദിത്തിനെ പോലെ സ്ത്രീ ധീരതയുടെ മാതൃകയായിട്ട് പുതിയ യൂദിത്തായി എസ്തേർ കാണപ്പെടുന്നു. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നാം ഓർക്കേണ്ടത്, ഒന്നാമത് ആഴമേറിയ വിശ്വാസം. എസ്തേറിലും യൂദിത്തിലും കാണപ്പെടുന്ന കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഒന്ന്, ആഴമേറിയ വിശ്വാസം. രണ്ട്, സ്വന്തം ജീവനേക്കാൾ ഉപരിയായി ദൈവജനത്തോടുള്ള കരുതൽ. ജൂദിത്തും അപ്രകാരം തന്നെയായിരുന്നു, എസ്തേറും അപ്രകാരമാണ്. സ്വന്തം ജീവൻ വളരെ സാഹസികമായിട്ടാണ് രണ്ടുപേരും ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്വന്തം ജീവനേക്കാൾ ഉപരിയായിട്ട് ദൈവജനത്തിനോടുള്ള കരുതൽ രണ്ടുപേരിലുമുണ്ട്. അതുപോലെ ഇനിയുള്ള മൂന്നാമത്തെ ഒരു പ്രധാന കാര്യമാണ്, രണ്ടുപേരും തമ്മിലുള്ള സാമ്യമാണ് വിവേകപൂർണമായ പ്രവൃത്തി. അപ്പോൾ ഇവർ അല്പം ബുദ്ധിയും പ്രയോഗിച്ച് വിവേകത്തോടു കൂടിയാണ് അവരവിടെ പെരുമാറുന്നത്. കാരണം അല്ല എങ്കിൽ അവരുടെ ജീവന് തന്നെ അവിടെ ഭീഷണിയായി തീരും. അതുകൊണ്ട് വിവേകപൂർണമായി എസ്തേർ യൂദിത്തിനെ പോലെ തന്നെയാണ് എസ്തേർ ഇവിടെ പെരുമാറുന്നത്. അതുകൊണ്ടൊക്കെയാണ് എസ്തേറിനെ പുതിയ യൂദിത്തായി കാണുന്നത് എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇനി അടുത്തത്, ആരാണ് ഈ യൂദിത്ത്? അല്പം ഒന്ന് യൂദിത്തിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ഇവിടെ പ്രത്യേകിച്ചൊന്നും നമുക്ക് പഠിക്കുവാനായിട്ട് ഈ ടെക്സ്റ്റിൽ കാണുന്നില്ല. പക്ഷേ നാം പഠിക്കുമ്പോൾ ആരാണ് യൂദിത്ത് എന്ന് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് കൂടി നല്ലതാണ്. അപ്പോൾ ആരാണ് ഈ യൂദിത്ത്? നമുക്കറിയാം, അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിൽ ചില ആഡഡ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ കൂടി, ബുക്കുകൾ കൂടി ഉണ്ട്. അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിൽ, അതായത് നമുക്ക് നമ്മുടെ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ കാണുകയാണെങ്കിൽ, നമ്മുടെ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിലൊക്കെ നാം കാണുന്ന പ്രകാരം അപ്പോക്രിഫ ഗ്രന്ഥങ്ങൾ, അതായത് പ്രൊട്ടസ്റ്റന്റ് ബൈബിളിലല്ല, ഇതിനകത്ത് അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിൽ ചില ആഡഡ് ആയിട്ടുള്ള ബുക്കുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. എക്സാമ്പിളായിട്ട് തോബിത്ത്, ജൂഡിത്ത്, മക്കാബിയർ, ബാറൂക്ക്, ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടുള്ള ചില ബുക്കുകൾ. നമുക്ക് പേജ് നമ്പർ 7, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പേജ് നമ്പർ 7-ാമത്തെ പേജിൽ അവിടെ പരാമർശിക്കുന്ന ഒരു ബൈബിളാണ് സെപ്റ്റുവജന്റ് ബൈബിൾ എന്ന് പറയുന്നത്. അതായത്
ഗ്രീക്ക് ട്രാൻസ്ലേഷൻ ഓഫ് ദി ഹീബ്രു ബൈബിൾ. ഹീബ്രു ബൈബിളിൻ്റെ ഒരു ഗ്രീക്ക് ട്രാൻസ്ലേഷനാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവിടെ ഗ്രീക്ക് ഓൾഡ് ടെസ്റ്റ്മെൻ്റ് എന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിള് എടുത്ത് ഒന്ന് യൂദിത്തിൻ്റെ പുസ്തകം അവിടെ ജൂഡിത്ത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ജൂഡിത്തിൻ്റെ പുസ്തകം ഒന്ന് വായിക്കുവാനായിട്ട് ശ്രമിക്കുക. എസ്തേറിൻ്റെ പുസ്തകം പോലെ തന്നെ നമുക്ക് വായിക്കും തോറും ആ ഒരു വിശ്വാസവും പ്രാർത്ഥനയുടെ ആ ഒരു ഇമ്പോർട്ടൻസ്, പ്രാർത്ഥനയിൽ ബലപ്പെടുന്നത് എങ്ങനെയെന്നൊക്കെ നമ്മൾ ആ ഒരു യൂഡിത്തിൻ്റെ ആ ഒരു ജീവിത കഥയിലൂടെ നാം വായിച്ചു കഴിയുമ്പോൾ, ധ്യാനിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ തന്നെ അതൊരു പുതിയൊരു വിശ്വാസത്തിനൊരു ഉണർവുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ നമ്മൾ പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തിലൂടെ നേരിടുന്നത് എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ യൂഡിത്ത് ആരായിരുന്നു, എന്താണ് ജൂഡിത്ത് ചെയ്തതെന്ന് നമുക്ക്, യൂദിത്ത് എന്ന് മലയാളത്തിൽ പറയുന്നു, ജൂഡിത്ത് എന്ന് ഇംഗ്ലീഷിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അറിയാം, അസീറിയൻ രാജാവായിരുന്ന നെബുക്കദ്നേസർ രാജാവിൻ്റെ ആർമി ജനറൽ, അതായത് ചീഫ് ഓഫ് ആർമി ആയിരുന്നു ഹോളോഫെർണസ് എന്ന് പറയുന്ന വ്യക്തി. ഹോളോഫെർണസ് എന്ന് പറഞ്ഞാൽ ചീഫ് ഓഫ് ആർമി ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇസ്രയേൽക്കാരുടെ നഗരമൊക്കെയും ഉപരോധിച്ചപ്പോൾ ഇസ്രയേൽക്കാരൊക്കെയും വളരെയധികം ഭയപ്പെട്ട് ഇനി ഹോളോഫെർണസ് ആ നഗരം അവരെ പൂർണ്ണമായിട്ട് പിടിച്ചടക്കുവാനായിട്ട് പോവുകയാണ്. അവർ അടിമത്തത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ ജനമൊക്കെയും എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്നപ്പോൾ ഇവിടെയാണ് ജൂഡിത്ത് അഥവാ യൂദിത്ത് എന്ന ധീരയായ വനിത വിശ്വാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും വിവേകത്തിലൂടെയും ഈ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ജൂഡിത്ത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ശത്രുപാളയത്തിലേക്ക് ജൂഡിത്ത് തൻ്റെ ബാല്യക്കാര്യത്തിയോടൊപ്പം മെയ്ഡിനോടൊപ്പം വളരെ ധൈര്യപൂർവ്വം അവിടെ ശത്രുപാളയത്തിലേക്ക് പ്രവേശിച്ച് അവിടെ ഹോളോഫെർണസിനോട് ഇസ്രായേൽക്കാർ ഹോളോഫെർണസിനെ എങ്ങനെയാണ് നശിപ്പിക്കുവാനായിട്ട് പോകുന്നു, ചില പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നു, അത് ഞാൻ പറഞ്ഞു തരാം എന്നുള്ള കാര്യങ്ങളൊക്കെയും സൂചിപ്പിച്ച് അയാളെ വശീകരിക്കുന്നു. വളരെ സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു, ഒരു ജൂയിഷ് വിഡോ ആയിരുന്നു ഈ ജൂഡിത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ ജൂഡിത്ത് ഇദ്ദേഹത്തെ വശീകരിച്ച് അവരുടെ പാളയത്തിൽ താമസിക്കുകയും അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ വളരെയധികം വീഞ്ഞ് നൽകി ഹോളോഫെർണസ് അഗാഢ നിദ്രയിലായപ്പോൾ ഈ ജൂഡിത്ത് അദ്ദേഹത്തെ ശിരച്ഛേദം ചെയ്ത് വീണ്ടും തിരിച്ച് ഇസ്രായേൽ ജനത്തിനടുക്കിലേക്ക് ശത്രുപാളയത്തിൽ നിന്ന് മടങ്ങി വന്ന് ഇസ്രായേൽക്കാരെ വളരെ ധൈര്യപ്പെടുത്തുകയും അവർക്ക് അങ്ങനെ ഒരു ജയം നേടിക്കൊടുക്കുന്നതായിട്ട്, അങ്ങനെയാണ് ഒരു ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച ഒരു ഹീബ്രു സ്ത്രീ, ഭക്തയായ ഒരു ജൂത സ്ത്രീ ആയിരുന്നു ഈ ജൂഡിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ജൂഡിത്ത് പ്രധാനമായിട്ട് ജൂഡിത്തിൻ്റെ ദൈവം നൽകിയതായിട്ട് സൗന്ദര്യത്തെയും അതോടൊപ്പം തന്നെ അവളുടെ വിശ്വാസവും പ്രാർത്ഥനയും, അവിടെ ഒരു ചാപ്റ്റർ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദ പ്രെയർ ഓഫ് ജൂഡിത്ത് എന്നാണ് പറയുന്നത്. ജൂഡിത്തിൻ്റെ പ്രാർത്ഥന, ഈ ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കുവാനായിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ജൂഡിത്ത് വളരെയധികം പ്രാർത്ഥനയിൽ ബലപ്പെട്ടിരുന്നതായിട്ടും ദൈവത്തോട് സംസാരിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ധീരവനിതയുടെ, ഇസ്രായേൽക്കാരെ രക്ഷിച്ച ഒരു ധീരവനിതയോടാണ് ഇവിടെ എസ്തേറിനെ ഉപമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പ്രധാന കഥാപാത്രമാണ് മൊർദെഖായി. മൊർദെഖായിയെ കുറിച്ച് നാം ആവശ്യത്തിലധികം നമ്മൾ കണ്ടു കഴിഞ്ഞു. എസ്തേറിനെ ആദ്യമായിട്ട് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ എസ്തേറിനെ ദൈവിക നിയോഗത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ ഡ്യൂട്ടിയിലേക്ക് എസ്തേറിനെ പ്രിപ്പയർ ചെയ്ത ഒരു എസ്തേറിൻ്റെ ഒരു മെൻറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് മൊർദെഖായിയെ പറയാം. ഡിവൈൻ ഡ്യൂട്ടിയിലേക്ക് എസ്തേറിനെ വഴികാട്ടിയ ആളാണ്. അതുപോലെ എസ്തേറിൻ്റെ ഉള്ളിലെ ഭയം മാറ്റി, നമുക്ക് ഓരോ വാക്യങ്ങളും നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ്. എങ്ങനെയാണ് മൊർദെഖായി എസ്തേറിൻ്റെ ഉള്ളിലെ ഭയം മാറ്റി ധൈര്യപ്പെടുത്തി സ്വന്തം ജനത്തിനു വേണ്ടി മരിക്കുവാൻ പോലും തയ്യാറാകുന്ന വിധം എസ്തേറിൻ്റെ മനസ്സിന് ബലം നൽകിയ വ്യക്തിയാണ് മൊർദെഖായി. അപ്പോൾ എസ്തേർ ആദ്യം ഭയപ്പെട്ടു. വളരെ ഭീരുവായിരുന്ന എസ്തേറിനെ മൊർദെഖായിയുടെ വാക്കുകളാണ് ധൈര്യപ്പെടുത്തിയും തൻ്റെ ജനത്തിനു വേണ്ടി തൻ്റെ ജീവൻ പോലും അപായപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് എസ്തേറിനെ ധൈര്യപ്പെടുത്തുന്ന വ്യക്തിയാണ് മൊർദെഖായി എന്ന് പറയുന്നത്. ഇവിടെ മൊർദെഖായി രട്ടുടുത്ത വെണ്ണീറിലായിരുന്നു നമുക്കറിയാം. ആ ഒരു ചോദ്യം ശ്രദ്ധിക്കുക. മൊർദെഖായിയുടെ രട്ട് എന്തിൻ്റെ പ്രതീകമാണ്?
ഇത് ലോകത്തിൻ്റെ അഹങ്കാരത്തെ തള്ളിപ്പറയുന്നു എന്നതിൻ്റെ പ്രതീകമാണ് മൊർദെഖായിയുടെ രട്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇനി ഇവിടെ മറ്റൊരു പ്രധാന ചോദ്യം ജനറലായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്, നേതൃസ്ഥാനത്തിരിക്കുവാൻ മൊർദെഖായി എല്ലാ പ്രാകാരത്തിലും യോഗ്യനാണ് എന്ന് വ്യക്തമാക്കുക. അപ്പോൾ ഇവിടെ നമുക്കറിയാം, യഹൂദന്മാരുടെ ആ ഒരു നാശത്തിൽ നിന്ന് അവരെ രക്ഷിക്കുവാനായിട്ടുള്ള എല്ലാ നേതൃസ്ഥാനവും എല്ലാ പ്രവർത്തികൾക്കും ചുക്കാൻ പിടിച്ചത് മൊർദെഖായിയാണ്. ഈ മൊർദെഖായിയുടെ ഒരു ആവലാതിയും തൻ്റെ ജനത്തിന് വേണ്ടി, തൻ്റെ ജനത്തെ മുഴുവൻ രക്ഷിക്കണമെന്നുള്ളൊരു ആവലാതിയാണ് ഈ ഒരു ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാരണമായി തീർന്നത്. അപ്പോൾ മൊർദെഖായിക്ക് ഒരു നേതൃപാടവം നന്നായിട്ട് ഉണ്ടായിരുന്നു. അത് വ്യക്തമാക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എഴുതുവാനായിട്ട് ശ്രമിക്കേണ്ടത്. 37-ാമത്തെ പേജിൽ മൊർദെഖായിയുടെ ആ ഒരു ഭാഗത്ത് കൊടുക്കുന്ന ആദ്യ ഭാഗത്ത് എസ്തേറിനെ എങ്ങനെയാണ് ധൈര്യപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു നേതൃസ്ഥാനത്തിരിക്കുന്നയാൾ തൻ്റെ അണികളെ, തൻ്റെ കൂടെയുള്ളവരെ എങ്ങനെ മാത്രം ധൈര്യപ്പെടുത്തുന്നു. അപ്പോൾ എസ്തേറിനെ എപ്രകാരം ധൈര്യം കൊടുക്കുന്നു, അതുപോലെ തന്നെ യഹൂദന്മാർക്ക് എത്രമാത്രം നേതാവായിരിക്കുന്നു എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. ആദ്യമായി നമ്മൾ കണ്ടത് എസ്തേറിനെ ധൈര്യപ്പെടുത്തി. എസ്തേറിൻ്റെ വളർത്തപ്പനും ഉപദേശകനും ആയിരുന്നു, അതോടൊപ്പം യഹൂദന്മാരുടെ നേതാവുമായിരുന്ന മൊർദെഖായി എസ്തേറിനെ ബലപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. രണ്ടാമതായിട്ട് അടുത്ത പേജ് നമ്പർ 38 നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, യഹൂദന്മാരെ ഒരുമിച്ച് നിർത്തുവാനും, അതായത് മൊർദെഖായിയുടെ വാക്കുകൾ യഹൂദന്മാരെ ഒരുമിച്ച് നിർത്തുവാനും അതുപോലെ തന്നെ അവരെ ഒരുമിച്ച് പ്രതികരിക്കുവാൻ അവരെ പ്രാപ്തരാക്കുന്ന നേതൃപാടവമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മൊർദെഖായിയുടെ വാക്കുകൾ, മറ്റു കൂടുതലായുള്ള പ്രവർത്തനമൊന്നും മൊർദെഖായി കാണുന്നില്ല. ഒരു നേതാവിന് വേണ്ടത് തൻ്റെ കൂടെയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ ധൈര്യപ്പെടുത്തി മുന്നോട്ട് പോകുവാനായിട്ട് അവരെ പ്രചോദിപ്പിക്കുന്ന ആ വാക്കുകളാണ് ഒരു നേതാവിന്. അപ്പോൾ മൊർദെഖായി എന്ന നേതാവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കിൻ്റെ ശക്തിയാണ്. എസ്തേറിനെ എപ്രകാരം അവളുടെ ഭയാശങ്കകൾ നീക്കി ധൈര്യപ്പെടുത്തി ഒടുവിൽ സ്വന്തം ജനത്തിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകുന്ന ധൈര്യത്തിലേക്ക് എസ്തേറിനെ എത്തിക്കുന്നു. അതുപോലെ തന്നെ യഹൂദന്മാരെ അവരെ ഒരുമിച്ച് നിർത്തുവാനായിട്ടും അവരോട് അതുപോലെ പ്രതികരിക്കുവാനും അവരെ പ്രാപ്തരാക്കുന്ന വിധം മൊർദെഖായിയുടെ വാക്കുകൾക്ക് ശക്തി ഉള്ളതുകൊണ്ടാണ് മൊർദെഖായി മറ്റാരേക്കാളും നേതാവായിരിക്കും യോഗ്യനെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അടുത്തത് മൂന്നാമതായിട്ട് ഇവിടെ പറയുന്നത് പാഴ്സിയിലെ യഹൂദരെ കുറിച്ചാണ് ഇവിടെ പറയണത്. അതായത് അവിടുത്തെ യഹൂദന്മാർ എപ്രകാരമായിരുന്നു യഹൂദന്മാർ, വിശ്വാസികളായ സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യം, ഇവിടെ ഒരു സാമൂഹിക ഐക്യത്തെക്കുറിച്ചാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്. അതായത് എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു പ്രയാസം പ്രതിസന്ധി വന്നപ്പോൾ സാമൂഹികമായിട്ട് അവർ ഒരുമിച്ച് നിന്ന് അവരെന്താണ് ചെയ്തത്? ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ആരും മാറി നിന്നില്ല. അവർക്കൊരു ഐക്യമുണ്ടായിരുന്നു. എസ്തേറിനെ പിന്തുണച്ച് അവർ ഉപവസിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, നാം ഒക്കെയും ആയിരിക്കുന്ന സമൂഹത്തിൻ്റെ ഒരു കടമയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന നമുക്ക് വേണ്ടി നേതൃത്വത്തിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടും അതോടൊപ്പം അവർക്ക് സഹകരണം നൽകുവാനും നമുക്ക് സമൂഹത്തിന് കടമയുണ്ട് എന്നുള്ളതാണ് ഈ യഹൂദന്മാരുടെ സാമൂഹിക ഐക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. അടുത്ത 4-ാമത്തെ പോയിന്റ്, ഈ ചാപ്റ്ററിലെ 4-ാമത്തെ പോയിന്റാണ് ദൈവികമായ ഒരുക്കത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്. അതായത് ദൈവികമായ ഒരുക്കത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റേതായിട്ടുള്ള ഒരു സമയം വന്നപ്പോൾ, അതായത് എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ മൊർദെഖായി ഇപ്രകാരം എസ്തേറിനോട് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ഒരു കാലത്തിനായല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ സമയത്തെക്കുറിച്ചാണ്. അതിന് എല്ലാത്തിനും ഒരു സമയമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സമയം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ അതിന് പറയുന്ന ഒരു വാക്കാണ് കൈറോസ്. അപ്പോൾ അർത്ഥം എഴുതുവാനായിട്ട് ചോദിക്കാം. ചോദ്യം ഓർക്കുക, കൈറോസ് എന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സമയം. അപ്പോൾ എസ്തേർ 4-ാം അധ്യായം 14-ാം വാക്ക് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്ന ആശയം എന്താ? അതായത് ഇങ്ങനെയുള്ള കാലത്തിനായല്ലോ നീ രാജസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. ഈ വാക്യം
നൽകുന്ന ആശയമാണ് കൈറോസ്, ദൈവത്തിൻ്റെ സമയം എന്നുള്ള ആശയമാണ് ഇവിടെ ഇതിന് നൽകുന്നത്. അതുപോലെ തന്നെ ദൈവികമായ ഇടപെടലിൻ്റെ നിമിഷമെന്നും ഈ ഒരു സമയത്തെ സഭാപിതാക്കന്മാർ വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ അന്വർത്ഥമാകുന്ന ഒരു ദൈവവചനം റോമർ 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്നു. അവർ എത്ര പ്രതിസന്ധിയിലായെങ്കിലും ദൈവത്തിനായിട്ട് സ്നേഹിക്കുന്നവർ, ദൈവത്തിനായിട്ട് നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് വ്യാപരിക്കുന്നു എന്ന റോമർ 8:28 ഇവിടെ അത് പ്രാവർത്തികമായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്തതായിട്ട് സാമൂഹ്യ നീതിക്കായുള്ള പോരാട്ടമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മൊർദെഖായിയുടെ പ്രതിഷേധവും ജനത്തെയെല്ലാം കൂടെ കൂട്ടി, അതുപോലെ തന്നെ എസ്തേറിനെയും ധൈര്യപ്പെടുത്തി എല്ലാവരെയും കൂടി സാമൂഹ്യമായിട്ടുള്ള ഈ നീതിക്കായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായിട്ട് 6-ാമത്തെ പോയിൻ്റായിട്ട് കാണുന്നത് ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ശക്തി. അപ്പോൾ ഇവിടെ പ്രധാനമായ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് സാത്താൻ്റെ തന്ത്രങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു, അല്ലെങ്കിൽ സാത്താൻ്റെ തന്ത്രങ്ങൾക്കെതിരെയുള്ള ആയുധം എന്ത്? പ്രാർത്ഥനയും ഉപവാസവുമാണ് സാത്താൻ്റെ തന്ത്രങ്ങൾക്കെതിരെയുള്ള ആയുധം. ഇനി ഇവിടെ ഉപവാസത്തെ ആത്മാവിൻ്റെ ആയുധം എന്ന ഒരു വിശേഷണം അതാരാണ് നൽകുന്നത്? വലിയ മാർ ബസേലിയോസ് ആണ് ഉപവാസത്തെ ആത്മാവിൻ്റെ ആയുധം. ഓർക്കുക, എന്താണ് ആത്മാവിൻ്റെ ആയുധം എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഓർത്തോളുക, ഉപവാസത്തിലൂടെയാണ് നമുക്ക് ആത്മാവിനെ നമുക്ക് സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടും സ്പിരിച്വലി നമുക്ക് അത്രയ്ക്കും നമുക്ക് ശക്തി നേടുവാനായിട്ട്, സ്പിരിച്വൽ സ്ട്രെങ്ത് നമുക്ക് നേടുവാൻ സാധിക്കുന്നത് ഈ ഒരു ഉപവാസം കൊണ്ടാണ്. ആത്മാവിൻ്റെ ആയുധം എന്നാണ് അതിനെ വലിയ മാർ ബസേലിയോസ് സൂചിപ്പിക്കുന്നത്. അതുപോലെ മറ്റൊരു ചോദ്യമാണ് 6-ാമത്തെ പോയിന്റിൻ്റെ അവസാനത്തെ ലൈന്, ദൈവത്തിൻ്റെ ഇടപെടലിനായിട്ടുള്ള ഒരുക്കം എന്തൊക്കെയാണ്? അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ ഒക്കെ ചോദിക്കാം. പ്രാർത്ഥന, ഉപവാസം, ഇവ ദൈവത്തിൻ്റെ ഇടപെടലിനായിട്ടുള്ള ഒരുക്കം. എപ്രകാരമാണ് ദൈവം നമ്മളിൽ ഇടപെടുവാനായിട്ട് നാം ഒരുക്കേണ്ടത്? നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും അത് എത്രമാത്രം തീവ്രമായിരിക്കുന്നു അതിനനുസരിച്ച് ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തത് 7-ാമത്തെ പോയിന്റ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിൽ വിശ്വസിച്ച് അവനിൽ സമ്പൂർണ്ണമായി ആശ്രയിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവിടെ എസ്തേറിൻ്റെ തീരുമാനം, അടുത്ത ചോദ്യമാണ്, എസ്തേറിൻ്റെ തീരുമാനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? അതായത് എസ്തേറിൻ്റെ തീരുമാനം, ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ എന്ന് പറഞ്ഞൊരു ധീരമായ തീരുമാനം, രാജാവിൻ്റെ മുന്നിൽ പോകുവാനുള്ള ധീരമായ തീരുമാനമാണ് എസ്തേർ എടുക്കുന്നത്. അപ്പോൾ എസ്തേർ അവിടെ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ആശ്രയിച്ച് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഈ ചോദ്യം എന്താണ്? എസ്തേറിൻ്റെ തീരുമാനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? 2 പോയിന്റാണ് അവിടെ എസ്തേറിൻ്റെ ധീരമായ തീരുമാനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. 1, ദൈവത്തിന് സകലവും സാധ്യമാണ്. 2, മനുഷ്യൻ്റെ ബോധ്യങ്ങൾക്ക് അപ്പുറമാണ് ദൈവപ്രവൃത്തി. അതാണ് 7-ാമത്തെ പോയിന്റ് സൂചിപ്പിക്കുന്നത്. ഇനി 8-ാമത്തെ പോയിന്റിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ദൈവികമായ തിരഞ്ഞെടുപ്പ് ലഭിച്ചിരിക്കുന്നു. നാം ഓരോരുത്തരെയും കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഈ ഭൂമിയിലേക്ക് നമ്മളെ വിട്ടിരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന നിയോഗം എന്നുള്ളത് നമ്മെക്കുറിച്ചുള്ള തിരഞ്ഞെടുപ്പാണ്. ഓരോരുത്തർക്കും ഈ ദൈവികമായ തിരഞ്ഞെടുപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തോടുകൂടി നമുക്ക് നമ്മോടും സമൂഹത്തോടുമുള്ള കടമ അത് ധീരതയോടെ നിറവേറ്റുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രതിസന്ധികളെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തരണം ചെയ്യുവാൻ സാധിക്കണം. ഹാമാനെ പോലെയുള്ള ദുഷ്ടശക്തികൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായേക്കാം. എന്നാൽ ഈ പ്രതിസന്ധികളും ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നാം ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ച് പ്രാർത്ഥന, ഉപവാസം ഈ 2 കാര്യത്തിൽ ബലപ്പെട്ട് അത് ദൈവത്തിൻ്റെ ഇടപെടലിനായിട്ടുള്ള ഒരുക്കമായിട്ട് കണ്ട് നാം പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആയിരിക്കുമ്പോൾ തീർച്ചയായും ദൈവം അവിടെ ഇടപെടും എന്നുള്ള വിശ്വാസത്തോടുകൂടി ധീരമായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് ഈ എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ മൊത്തം 8 പോയിന്റുകളാണ് എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ കാണുന്നത്. അല്പം ലെങ്തിയാണ് എങ്കിൽ പോലും വീണ്ടും വായിച്ചു നോക്കുക. ആദ്യമായിട്ട് 3 കഥാപാത്രങ്ങൾ
കഥാപാത്രങ്ങൾ എസ്തേർ, മൊർദെഖായി, പാഴ്സിൽ യഹൂദൻ എന്നിങ്ങനെ 3 കഥാപാത്രങ്ങളെ കാണിക്കുന്നു. ബാക്കിയുള്ള 5 പോയിന്റുകൾ എന്താണ് എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം നമ്മെ കാണിക്കുന്നത് എന്നുള്ള മൊത്തത്തിൽ ഒരു 8 പോയിന്റുകളാണ് ഇതിനകത്ത് 4-ാമത്തെ അധ്യായത്തിൻ്റെ ഉള്ളടക്കമായിട്ട് ഇവിടെ കാണുന്നത്. ഇനി നമ്മൾ ഈ ഒരു പഠനത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 2 അധ്യായങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് അതുകൂടി പഠിച്ച് എക്സാമിന് പ്രിപ്പയർ ആകാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.